അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? അപ്പം ഞാൻ രാവിലെ തന്നെ പല്ല് തേക്കുന്നുണ്ട്. ബാക്കിൽ ഇതാ കാത്തൂന ജെന്നീഷ് പല്ല് തേപ്പിക്കുന്നതിൻ്റെ കരച്ചിലാന്ന് കാണുന്നത്. അപ്പോൾ അമ്മക്ക് പണിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് എടുത്തിട്ട് ചോറ്റുപാത്രത്തിലാക്കുന്നുണ്ട്. പിന്നെ തേങ്ങ അരച്ച മീൻ കറി, ഉണക്കച്ചെമ്മീൻ്റെ കറിയാണ്, അതും കൂടി ആക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് വറവുണ്ട്, അതൊരു കുഞ്ഞിപ്പാത്രത്തിലാക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി കടുവിൽ വറുത്തിട്ടതും അത് അടിപൊളി ടേസ്റ്റാണ്, അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട്. രാവിലത്തേക്ക് കുഞ്ഞിപ്പത്തലാന്ന്, അതും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അമ്മ ഇതെല്ലാം സഞ്ചിയിലാക്കി വെക്കുന്നുണ്ട്, നമുക്ക് പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പം നമ്മൾ കാത്തുകുട്ടിക്ക് നമ്മൾ പാലാക്കി എടുക്കുന്നുണ്ട്. ഓക്ക് രാവിലെ ചായ കൊടുക്കണം, ഓളെ പല്ലിയപ്പെല്ലാം കഴിഞ്ഞ്. ഓക്ക് കുഞ്ഞിപ്പത്തലും മുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അലക്കേണ്ടത് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അലക്കുന്നതൊന്നും വീഡിയോ പിടിച്ചില്ല. അങ്ങനെ അലക്കി ആറിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കുമില് കിട്ടി. ഇത് നല്ലതാണോ വെടക്കാന്നോന്ന് നമുക്ക് അപ്പുറത്തവളോട് ചോദിക്കാം. അപ്പോൾ മേലെ ഐശുവിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാന്ന് വെച്ച്, കാരണം ഓക്ക് ഈ കുമിലിനെ കുറിച്ചിട്ടെല്ലാം അറിയാം. ചിലത് തിന്നൂല, അതുകൊണ്ട് ചോദിക്കട്ട്. അത് ചോദിക്കാൻ പോയത് എന്തായാലും നന്നായിന്, കാരണം അത് വെടക്ക് കുമിലിന്. അതുകൊണ്ട് ഞാനത് പറമ്പത്ത് വലിച്ചടിയില്ലെങ്കിൽ കാത്തുകുട്ടി എടുക്കൂല. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ അടിച്ചു വരുന്നുണ്ട്. ക്യാമറയിൽ എവിടെയല്ലോ വെച്ചിട്ടാണ് അടിച്ചെല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റെല്ലാം മുട്ടി വിരിച്ച് പുതപ്പെല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ നമ്മളെ തലാണീനെക്കാട്ടും വലുതാണ് നമ്മളെ തലാണ കവർ, അതാണ് ഇങ്ങനെ. അങ്ങനെ എൻ്റെ റൂമിൽ നോക്ക് നല്ല സെറ്റായിട്ടില്ലേ. അതിനുശേഷം നമ്മൾ കാത്തുകുട്ടീനൊന്ന് മുടിയെല്ലാം വാരി കൊടുക്കുന്നുണ്ട്. ഓള് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഓക്ക് മുടിയെല്ലാം വാരി കൊടുത്ത് രാവിലെ തന്നെ ഓളെ സുന്ദരമണിയാക്കണം. ചൊട്ടയെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്ക് ഇങ്ങനെ ചൊട്ടയെല്ലാം വെച്ച് ഇങ്ങനെ ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ് ചില സമയത്ത്. അങ്ങനെ നമ്മൾ എനിക്ക് ചായ കൊടുക്കുന്നുണ്ട്. ഇന്ന് പണിയില്ലേനും, പക്ഷെ വേറെ എവിടെയോ പോകാനുണ്ട്. അങ്ങനെ അവർക്കെല്ലാം ചായ എല്ലാം കൊടുത്തേരം ഞാൻ എനക്കുള്ള ചായ വെക്കുന്നുണ്ട്. അങ്ങനെ എനക്കുള്ള ചായയും വെച്ച് സെറ്റായി. ഞാൻ കുഞ്ഞിപ്പത്തലും മുട്ടക്കറിയും എടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ചായ കുടിക്കുമ്പം കാത്തു എൻ്റെ പള്ളക്ക് വന്ന് പറ്റുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഓക്ക് ചായ വേണ്ടിയിട്ടാണ്. ഓളൊരു ചായ കൂളിയാണ്. പക്ഷേ ഞാനോളെ പത്തൽ കൊടുത്ത് പറ്റിച്ച്. ഇതെൻ്റെ തന്നെ ഒരു തട്ടിക്കൂട്ട് കുഞ്ഞിപ്പത്തലാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ തുണി ആറിയിടാൻ പോകുന്നുണ്ട്. തലേന്നത്തെ തുണി ഉണങ്ങാത്തത് വെയിലത്തിടാൻ വേണ്ടിയിട്ട് പുതിയ വീട്ടിൽ പോയതാണ്. നമുക്ക് പുതിയ വീടെടുക്കുന്നത് അപ്പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ ആടെ ആല് കെട്ടി വെച്ചിട്ടുണ്ടായിന്. ഇതാണ് അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ. ഇങ്ങനെയാണ് അതിൻ്റെ മേലെ നിന്ന് കാണാൻ. അതിന് ശേഷം ആടെ ഉള്ളിൽ ആറിയിട്ട തുണി ഞാൻ പോയി എടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് വരുന്നുണ്ട്. ഞാൻ ക്യാമറ ഓണാക്കുമ്പോൾ കാത്തൂന് ഇങ്ങനെ പലതരം എക്സ്പ്രഷനുകളും വരും. അതിന് ശേഷം കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ട്. ആ പാത്രം എന്നിട്ട് പാത്രം എല്ലാം കഴുകി വെക്കുന്നുണ്ട്. പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് വേണം കാത്തൂന് രക്തം വെക്കുന്ന മരുന്ന് കൊടുക്കാൻ. ഇതാണ് ഓളെ രക്തം വെക്കുന്ന മരുന്ന്. അപ്പോൾ ഓക്ക് രക്തം നോർമൽ ആയതേനും, പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പനി വന്നിട്ട് കാണിക്കാൻ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്നേരം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഓക്ക് രക്തക്കുറവ് ഉണ്ട്. അതുകൊണ്ട് ഓക്ക് പിന്നെയും രക്തം വെക്കുന്ന മരുന്ന് കിട്ടി. മരുന്നെല്ലാം ഉള്ള ഒറ്റയ്ക്ക് കുടിച്ചോളും, അതിനൊന്നും മടിയൊന്നുമില്ല. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കാത്തുകുട്ടിക്ക് മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ രനീഷേട്ടൻ പോകുന്നുണ്ട്. ഞാൻ പറ്റില്ല പുറത്ത് പോകണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാറ്റേ ബൈ ബൈ എല്ലാം പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം എനിക്ക് കാത്തുകുട്ടീൻ്റെ ഒപ്പം കളിക്കണം. ഓളൊപ്പരം കളറടിക്കുന്നുണ്ട്. അങ്ങനെ ഓളെ കളറടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം തിരിച്ച് കവറിലിട്ട് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അതൊന്നും പിന്നെ നോക്കിയാൽ കാണൂല. പിന്നെ അതെല്ലാം പെറുക്കി വെച്ചിട്ട് ഓക്ക് മാങ്ങ ചെത്തി കൊടുക്കുന്നുണ്ട്. മാങ്ങേൻ്റെ വണ്ണം കണ്ട നിങ്ങൾ? ഓക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓക്ക് മാങ്ങ കൊടുത്തിട്ട് ഞാൻ വീട്ടിലെ ഗ്ലാസും ജനലെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടേനും. പിന്നെ ഗ്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് കോപ്രായം കാണിക്കണം. അങ്ങനെ നമ്മളെ കാത്തുകുട്ടീൻ്റെ ഉച്ച ഉറക്കത്തിനുള്ള സമയമായതുകൊണ്ട് ഓൾ ഉച്ച ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട ഈ രണ്ട് കൂടിയിട്ട്. അപ്പം തുണിയെടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ തുണി തേച്ച് നമുക്ക് മടക്കി വെക്കേണ്ടതാണ്. അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് കുറേ തുണിയെല്ലാം ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുണി മടക്കി വെക്കാം. അങ്ങനെ തുണിയെല്ലാം ഇതാ മടക്കി വെച്ചിട്ട് സെറ്റായിട്ടുണ്ട്. മടക്കുന്നതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല, എന്തിനാ വെറുതെ ബോറടിപ്പിക്കുന്നത്. അങ്ങനെ ബാക്കി എല്ലാ തുണിയും ഞാൻ അത് സ്ഥലത്ത് വെച്ച്. ഇതാണ് രനീഷിൻ്റെ പണി ഡ്രസ്സ് വെക്കുന്ന ആല്. ഇത് ഞാൻ തന്നെ കിട്ടിയ ഒരാളാണ്. കാത്തുകുട്ടീൻ്റെ ഡ്രസ്സ് കാത്തുകുട്ടീൻ്റെ പെട്ടിയിലും വെക്കുന്നുണ്ട്. ഇത് വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സ് മാത്രം വെക്കുന്നതാണ്. അങ്ങനെ ഓൾ എണീക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സമയം ആടെ ഇവിടെയെല്ലാം ബായി നോക്കി ഇരുന്നിട്ടുണ്ട്. അതിന് ശേഷം രനീഷേട്ടൻ വന്നതിന് ഓർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ച ഉണക്കച്ചെമ്മീൻ കറിയും ബീട്രൂട്ട് വറവുമാണ്. പിന്നെ ഒരു മുട്ടയാക്കി കൊടുക്കുന്നുണ്ട്.
അച്ഛനും മോളും മുട്ടക്കൂളികളാണ്. അങ്ങനെ ഓംലേറ്റ് ആക്കുന്നുണ്ട്. ഞാൻ മറിച്ചിടാൻ നോക്കുമ്പോൾ പറ്റാത്തത് കൊണ്ട് ഞാൻ സാഹസികത ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മളെ മുട്ട സെറ്റായി വന്നിട്ടുണ്ട്. മുട്ടക്കടി കഴിയുന്ന രണ്ടെണ്ണങ്ങളാണിത്. ഇവർ രണ്ടാളും മുട്ടക്കൂളികളാണ്. ഒരു കടിയെല്ലാം കിട്ടി എനിക്ക്. അങ്ങനെ അവർ ഒത്തുതീർപ്പിലെത്തി. അവസാനം മുട്ടയും തിന്ന്. പിന്നെ കാത്തുക്കുട്ടിക്ക് നമ്മൾ മുന്തിരി കൊടുത്തി നോക്കും. മുന്തിരി വേണമെന്ന് പറഞ്ഞിട്ട് മുന്തിരി കൊടുത്തിട്ടുണ്ട്. ഇല്ലകത്തു അമ്മേനെ എടുക്കില്ല. സത്യമായിട്ട് അമ്മേനെ എടുക്കില്ല. കൊടുക്കടാ കുട്ടീന്റെ അമ്മേനെ എടുക്കില്ല. കാത്തില്ല താങ്ക് യു. തന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ യുദ്ധം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയാലും കാത്തുക്കുട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലൂക്ക് ചൊട്ടയെല്ലാം വെക്കണം. നമുക്ക് ഇങ്ങനെ ഒരുങ്ങാൻ ഇഷ്ടമാണ് ചില സമയത്ത് മാത്രം. അങ്ങനെ നമ്മൾ ചൊട്ടയെല്ലാം വെച്ച് കൊടുത്തോളിതാ ഫോണിൽ സ്വയം ക്യാമറ നോക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയമുള്ള TV ടൈമാണ്. എല്ലാ ദിവസവും കുറച്ച് ടൈം ഓക്ക് TV വെച്ച് കൊടുക്കും. അങ്ങനെ ഓക്ക് കൊച്ചു TV വെച്ച് കൊടുത്തിട്ട് ഞാൻ പോയി മിറ്റടിച്ച് വാരുന്നുണ്ട്. ഈ മിറ്റടിച്ച് വാരി കഴിഞ്ഞ പാടെ തന്നെ അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞ് എന്നിട്ട് കാത്തൂന് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബിസ്ക്കറ്റിൽ നിന്ന് 2 ഞാൻ മാറ്റി. ബിസ്ക്കറ്റ് അമ്മ കൊണ്ടുവന്നെയാണ്. അങ്ങനെ അമ്മക്കുള്ള ചായ എടുക്കുന്നുണ്ട്. വൈകുന്നേരം നമ്മളാരും ചായ കുടിക്കൂല, അമ്മയെ കുടിക്കും. ചില ടൈമിലേ നമ്മൾ കുടിക്കും. അങ്ങനെ അമ്മക്ക് ചായ കൊടുക്കുന്നുണ്ട്. അമ്മയുടെ കാര്യമായിട്ട് നോക്കുന്ന സീരിയലാണ്. അങ്ങനെ രാത്രിയായി. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.